ഹായ് ഗൈസ്, ഞങ്ങൾ വളരെയധികം എനർജറ്റിക് ആണ്. ബിക്കോസ് ഒരു എനർജി പാക്കിന്റെ നടുക്കാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വേറെ എവിടെയല്ല, കോട്ടയത്തിലെ സൈലത്തിലെ ഗേൾസ് ഹോസ്റ്റലാണ് ഇരിക്കുന്നത്. ഇവിടെ വരുമ്പോ തന്നെ കുട്ടികളെ എനർജി കാരണം ഒരു ബോംബ് പൊട്ടുന്ന ഫീൽ തന്നെ. അതെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എല്ലാ എനർജി ഇവിടെ കളഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന കുട്ടികളാണ്. രാത്രി 1 മണിക്കോ 2 മണിക്കോ കണ്ടാണ് റൂമിൽ വന്നത് അല്ലേ. എന്നിട്ട് പാവങ്ങള് എന്ത് എനർജിയിലാണ്. ആദ്യത്തെ ചോദ്യം, എന്താണ് കുട്ടികളെ നിങ്ങളുടെ എനർജിയുടെ രഹസ്യം? മെനു ഒക്കെ കറക്റ്റ് ആണോ? ഓക്കെ, അപ്പൊ പോട്ടെ, നമുക്ക് സീരിയസ് ആയിട്ടുള്ള എന്നാൽ എനർജറ്റിക് ആയിട്ടുള്ള സംസാരത്തിലേക്ക് കിടക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ അക്കാഡമിക്സ് ഒക്കെ എങ്ങനെ പോകുന്നു? ഒരാൾക്ക് മൈക്ക് തരാം, ഒരാളെ പറയാം കേട്ടോ. ആരാ പറയുന്നത്? അവിടെ നിന്ന് പറഞ്ഞു. യെസ്, പറയും. അക്കാദമിക്സ് ഒക്കെ ശരിക്കും അടിപൊളിയായിട്ടാണ് പോണത്. നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് ഒരു ദിവസം ഓൺലൈൻ ക്ലാസ്, പിറ്റേ ദിവസം ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഓരോ ദിവസത്തെ ടോപ്പിക്സ് ഇങ്ങനെ ക്ലിയർ ആയി നമുക്ക് പഠിക്കാൻ ഇങ്ങനെ സമയമുണ്ട്. അതേപോലെ ഇവിടുത്തെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും എല്ലാവരും നമുക്ക് തന്നൊരു സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം ഡീമോട്ടിവേറ്റ് ആകുമ്പോഴും ഞങ്ങളുടെ ഇവിടുത്തെ ജിഷ്ണു സാറ് വന്ന് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ തരും. അത് മതി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു എൻറ്റയർ ടൈം നമുക്ക് പോകാൻ, നമുക്ക് ആ ജയ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ആ സാറിൻ്റെ വാക്കുകളിലൂടെ ഉണ്ടാവും. അത്രയ്ക്ക് കോൺഫിഡൻസും അത്രയ്ക്ക് എനർജിയാണ് ഇവിടുത്തെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും നമുക്ക് തരുന്നത്. അത് മതി നമുക്ക് പഠിക്കാൻ. യെസ്, അത് കണ്ടപ്പോ തന്നെ തോന്നി എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. സത്യം പറഞ്ഞ സാറേ, രോമാഞ്ചം വരുന്ന സമയത്ത് കയ്യിലെ രോമങ്ങൾ, എനിക്ക് താടി രോമങ്ങളൊക്കെ ഫീൽ ഉണ്ടായി. കാരണം അതില് കാരണം നമ്മള് ഫസ്റ്റ് തന്നെ നമ്മൾ ചോദിക്കാണ്ട് തന്നെ ഹൈബ്രിഡ് സിസ്റ്റത്തെ കുറിച്ച് പറയാം. അതെ, കാരണം അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഡെഫിനറ്റ്ലി അത് അവര് സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത്. ഇനി അടുത്ത പറയാനുള്ളത്, ഇപ്പൊ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ? ആർക്ക് വേണമെങ്കിലും പറയാം. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് മൈക്ക് തന്നേ ഉള്ളൂ. ഓരോ ടോപ്പിക്കിലും കുറച്ച് ചെറിയ ടോപ്പിക്കുകൾ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറെ പ്രോസ് ഉണ്ട് ഇതിന്. അതാണ് മെയിൻ ആയിട്ട് ഞാൻ കാണുന്നത്. ഓക്കെ, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. തലേ ദിവസം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പഠിച്ചിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്കും എന്തായാലും ഓക്കെ, കോൺഫിഡൻസ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടുള്ളൊരു ധൈര്യം നമുക്കുണ്ടല്ലോ അല്ലേ. മാത്രമല്ല പിന്നെന്താണ്, നമുക്ക് 2 ടീച്ചേഴ്സ് അല്ലെ, ഒരാൾ ഓൺലൈനിലും ഒരാൾ ഓഫ്ലൈനിലും പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പല സ്റ്റൈൽ ടീച്ചിങ് ആണ്. പല പുതിയ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തരുടെ ടീച്ചേഴ്സിന്റെ ഇതിന് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഡീറ്റെയിൽസ് കൂടെ ചെയ്യുമ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടുന്നു. അതുപോലെ ഈ GAB വരുമ്പോ അതിനകത്ത് പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടുന്നു. പിന്നെ CBT ചെയ്യുമ്പോ അങ്ങനെ ഒരു പ്രാക്ടീസ് കിട്ടുന്നു. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ പൊളിയാണ്. പക്ഷെ സാർ, എനിക്കൊരു ഡൗട്ട്. അതായത് ഇവർ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ക്ലാസ് കണ്ടിരിക്കണ്ടേ? അപ്പൊ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്, ഇങ്ങനെ റെക്കോർഡ് ക്ലാസ്സിലാണ് ഒരിക്കലും ബോർ അടിക്കൂലടാ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ച തമാശക്കല്ല. എനിക്കിതാ ഡൗട്ട് വയ്ക്കാൻ വേണ്ടി. അതല്ല, ഞാൻ മൊത്തത്തിലാ ചോദിച്ചത്. എല്ലാ ക്ലാസ് നമ്മൾ മാക്സിമം ബോർ അടിപ്പിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള സ്പീഡില് 2x സ്ലോ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കൂടുതൽ സമയം എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഡെയിലി ക്ലാസ് വരുന്നതിനേക്കാളും നല്ല ഹൈബ്രിഡ് എടുക്കുന്നതല്ല. അല്ല, അത് ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്നറിയാം, ഇത് പല ആൾക്കാരുടെ സംശയമാണ്. അതായത് പല ആൾക്കാരും വിചാരിച്ച് ഹൈബ്രിഡ് എടുത്തു കഴിഞ്ഞാല് നമ്മള് ഒരു ദിവസം കംപ്ലീറ്റ് ക്ലാസ് കണ്ടിരിക്കോ, നമ്മൾ ഉറങ്ങിപ്പോവോ, പിന്നെ അത് ബാക്ക്ലോഗ് വരുമോ, അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് കേട്ടോ. ഓൺലൈൻ കണ്ടില്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനിൽ ചെന്നാലും നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്ലാസ് ആയിരിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഹൈബ്രിഡ് എടുത്താൽ അത് നഷ്ടമായിട്ട് ആരും കാണില്ല. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിലേ DPPനെ കുറിച്ച് എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? ബാക്കിൽ രത്നങ്ങൾ നിൽക്കുന്നുണ്ട്. ആര് പറയും? ആർക്കും. പക്ഷെ ഈ കുട്ടിക്ക് എന്ന് പറയാനുണ്ട്. അതെ, ആ മുഖം കണ്ടാൽ അറിയാം. DPP
എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ DPP എന്ന വെൽ ഓർഗനൈസ്ഡ് ആണ്. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോഴും നമ്മുടെ DPPയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് മെയിനായിട്ട് കാണുന്നത് തന്നെ. അപ്പം നമ്മൾ DPPയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതെനിക്കൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. അതെ, ഓർഡർ ആണ് പറഞ്ഞല്ലേ? ഓർഡറാണ് പറഞ്ഞത്. എന്നാ ഞാനൊരു കാര്യം ചോദിക്കാം. DPP, GIB, DTS, പിന്നെ അതോടൊപ്പം തന്നെ എന്താ സാറേ ക്ലാസ്, അത് ഓൺലൈൻ ഓഫ്ലൈൻ. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഒരുമിച്ച് പറയാം ഏതിനാ കൂടുതൽ പവർ കിട്ടുന്ന നോക്കട്ടെ. പോയി ഏതാ? GIB. എല്ലാരും ഒന്നടങ്കം പറയുന്നത് എന്താണ്? GIB ആണ്. GIB നമ്മൾ മാത്രമല്ലേ നടത്തുന്നത് അല്ലെ? ഓക്കെ, എന്തുകൊണ്ട് GIB അത്ര പവർ ആയിട്ട് തോന്നുന്നത്? കണ്ടിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് GIB എഴുതുന്നതുകൊണ്ട് എന്താണ് ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആരാ പറയുന്നത്? CBT. പറയും. ഞങ്ങളിപ്പം JEE ഒക്കെ ഡയറക്റ്റ് എഴുതാൻ പോവാണെങ്കിൽ ആദ്യമായിട്ട് CBT ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനാണെങ്കിലും കഴിഞ്ഞ വർഷം ഒന്ന് JEE എഴുതി നോക്കിയായിരുന്നു +2 കൂടെ. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു CBT എക്സാം എഴുതുമ്പോഴേക്കും അതിൻ്റെതായ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എക്സാം ഹോളിൽ കയറി ഇരുന്നപ്പോഴാണെങ്കിലും ഫസ്റ്റ് ടൈം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴും കമ്പ്യൂട്ടറിൽ ആ 3 അവർ ടൈമറൊക്കെ കാണുമ്പോഴേക്കും നെഞ്ചിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇടിപ്പ് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത്രയും GIB എഴുതി ഇപ്പോൾ ഒരു 2-3 GIB ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ടെൻഷൻ അങ്ങ് മാറും. പിന്നെ CBT നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം നമുക്കാണെങ്കിലും ഇപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെയാണെന്ന് കാണാൻ പറ്റും. പിന്നെ റീച്ച് ഒക്കെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പ്രാക്ടീസിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി GIB ഒക്കെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഫൈനലായിട്ട് JEE എക്സാം എഴുതാൻ ചെല്ലുമ്പോഴേക്കും ആ ഒരു പുതിയൊരു CBT എക്സാം എന്നുള്ളൊരു ടെൻഷൻ ഞങ്ങളുടെ മൈൻഡിൽ ഒരിക്കലും ഇന്റർഫേസിനോടുള്ള ഒരു പേടി അങ്ങ് പോകും. ഓക്കെ, നന്നായിട്ട് GIBനെ കുറിച്ച് സംസാരിച്ചു അല്ലെ? ഇനി എന്താ സാർ ചോദിക്കാനുള്ളത്? നമുക്ക് സാറ് ചോദിക്കും. അല്ല, ഇപ്പൊ നമ്മള് ഡെയിലി പ്രാക്ടീസ് ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു കണ്ടന്റ് തിയറി, മാത്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ശരിക്കും ഒരു പ്രോബ്ലം തന്നെയാണ്. ചോദിക്കട്ടെ, അപ്പോൾ അല്ല ഞാൻ മാത്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തത് തിയറി, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. തിയറി മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് പാസ്സാകാൻ പറ്റാത്തൊരു സാധനമാണ് എന്ത് മാത്സ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെയിലി പ്രാക്ടീസ് നിങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ചെയ്യാറില്ലേ? കുട്ടി എന്തോ DTS ഞങ്ങൾക്ക് ആക്ച്വലി ഭയങ്കര എഫക്റ്റീവ് ആണ്. കാരണം ഹൈബ്രിഡ് സിസ്റ്റം ആകുമ്പോൾ 2 ദിവസം എടുത്ത് നമ്മളൊരു കാര്യം പഠിക്കുന്നു. അപ്പം നമുക്ക് സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 ദിവസത്തിൻ്റെ നടുക്ക് നമ്മൾ DTS അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോരം പഠിച്ചു, ഓൺലൈൻ ക്ലാസ് കണ്ട് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ അല്ല. ആ ഒരു സമയത്ത് മെൻറ്റേഴ്സിൻ്റെ ഒക്കെ അവരൊക്കെ നമ്മളെ നോക്കി നിൽക്കുമ്പോൾ എല്ലാവരും നമ്മൾ OMRൽ ചെയ്യുമ്പോൾ എക്സാം എഴുതുന്ന ഒരു വൈബ്. അപ്പം നമുക്ക് എത്രത്തോളം നമ്മൾ തലേ ദിവസത്തെ ഒരു ദിവസം കൊണ്ട് നമ്മൾ എത്രത്തോളം പഠിച്ചു, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്, അതൊക്കെ ഡെയിലി ടെസ്റ്റ് വെച്ച് നമുക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഓൺലൈൻ ഡേയിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ഉഴപ്പ് തോന്നിക്കഴിഞ്ഞാൽ നാളെ DTS ഉണ്ട്, DTSന്റെ റാങ്ക് ലിസ്റ്റ് വരും, അത് വീട്ടിലോട്ടയക്കും, വൈകിട്ട് കോളിംഗ് ഡേ ആണ്, വീട്ടിൽ വിളിക്കണം എന്നൊക്കെ വിചാരിച്ച് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഡീമോട്ടിവേഷനും ഇല്ലാതെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഓക്കെ പിറ്റേ ദിവസം DTS ഉണ്ട്, പഠിക്കണം എന്നുള്ള ചിന്ത നമുക്ക് വരും. അപ്പം നമ്മൾ DTS വളരെ അടിപൊളിയാണ്. DTS ഉള്ളത് കൊണ്ട് പഠിക്കാൻ വേണ്ടി പല ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫിസിക്സിന്റെ ഒക്കെ നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്സ് ഒക്കെ ചില ദിവസം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന് രാവിലത്തെ DTSന് ഞാനത് ചെയ്തില്ലല്ലോ, ഇപ്പോൾ സാറ് പഠിപ്പിക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് അത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് DTS നല്ല എഫക്റ്റീവ് ആണ്. ഞാൻ രാജിവെക്കാൻ വേണ്ടി പോകും, കാരണം നമ്മുടെ ആവശ്യം ഇവിടെ ഇല്ല. ഇവരെന്നെ എല്ലാം പറയുന്നുണ്ട്. നല്ലൊരു ടീച്ചർ ആകാനുള്ള എല്ലാ ക്വാളിറ്റിയും അതുണ്ട്. എല്ലാവർക്കും ഞങ്ങളും എഞ്ചിനീയേഴ്സാ, പക്ഷെ ഞങ്ങൾ ടീച്ചേഴ്സുമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അച്ചടിച്ച പുസ്തകങ്ങൾ നിങ്ങൾ പഠിച്ച മാത്സ് അല്ല യഥാർത്ഥ മാത്സ് എന്ന് മനസ്സിലായില്ലേ ഇപ്പൊ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവരെല്ലാരും പൊളിയാണ്. വെറുതെ അല്ല കുട്ടി അങ്ങോട്ട് കൊടുത്തത്. കുട്ടികൾ പറയും ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവ് അവർക്ക് പറയാൻ പറ്റും. ഇവർക്ക് നല്ല കോൺഫിഡൻസ്. അതാണ്. ഓക്കെ, ഇനി ആരാണ് നമ്മളെ നെട്ടിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് നമുക്ക്. ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുണ്ട് ഹോസ്റ്റലിലെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ? അതെ, പൊളിയാണ്, അടിപൊളിയാണ്. ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് കോട്ടയം സാരത്തിലെ? അടിപൊളിയല്ലേ?
വൈബ് മീൻസ് പഠിപ്പിക്കലും എല്ലാ കാര്യത്തിലും. അതുപോലെ ആണോ? നേരിട്ട് കണ്ടു അല്ലേ? അതിൽ ആരെങ്കിലും പ്രത്യേകം നോട്ട് ചെയ്ത ടീച്ചർ? ഞാൻ എക്സ്പെക്ട് ചെയ്ത ആൻസർ ആണ്. ഞാൻ ഈ ആൻസർ പ്രതീക്ഷിച്ചാണ്. അല്ല, ഞാനും മുമ്പ് രാജൻ സാറോട് ഒരുമിച്ച് വർക്ക് ചെയ്ത. അപ്പൊ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുന്ന സമയത്ത് വളരെ എക്സ്പീരിയൻസ് ആയ സാറ് നമുക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. പിന്നെയാണെന്ന് മനസ്സിലായത് അദ്ദേഹം തന്റെ വൈബല്ല, വൈബായിട്ടുള്ള മനുഷ്യനാണെന്നുള്ളത്. നമുക്കൊക്കെ 50 വയസ്സ് സാറിന് മുന്നിൽ അല്ലേ? അല്ല, സാറിനല്ലേ മുമ്പായി നമുക്കറിയാം. ഓക്കെ, ആ പോട്ടെ. റെഡി. വളരെ വൈബായിട്ടുള്ള അല്ലെ, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി പഠിപ്പിക്കുന്ന, യെസ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള, എന്നാൽ അതിന്റെ ഒരു ഇതും കാണിക്കാത്ത രീതിയിൽ. അതേപോലെ നമ്മളെപ്പോഴും നമ്മൾക്ക് ഒരാൾക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. എപ്പോഴും എത്ര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളാന്ന് പറഞ്ഞാൽ, എത്ര മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിലും അവന് ഇടയ്ക്കൊന്ന് എന്ത് ചെയ്യും, ഒന്ന് ആവും അല്ലെ? സോ ആ സമയത്ത് നിങ്ങൾക്ക് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അല്ലെ? നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? അത് ആർക്കാർക്കും പറയാൻ പറ്റുന്ന മെന്റേഴ്സിനെ പറ്റി? മെന്റേഴ്സിനാ ഇതാ കുട്ടി നന്നായിട്ട് പറഞ്ഞിരിക്കും. ഇവിടെ മെന്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 100 നാവാണ്. കാരണം ഞാനിവിടെ പല തവണ ഇങ്ങനെ ഡൗൺ ആയി, സീരിയസ് ആയിട്ട് പറയാം, ഞാനിവിടെ പല തവണയും ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയിട്ടുണ്ട്. പക്ഷെ ഷിക മിസ് ആയാലും മീനാക്ഷി മിസ് ആയാലും ഭയങ്കര സപ്പോർട്ടീവാണ് രണ്ടുപേരും. ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും അവര്. അത് ആ മിസ് ചെയ്താ ഷിക മിസ് ആണോ? മിസ് അവിടുന്ന് കണ്ണെന്നൊക്കെ വെള്ളം മിസ്സാണ് ഷിക മിസ്സിന്റെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മള് സത്യം ഭയങ്കര കിട്ടി. അതാണ് നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ സാധനമുണ്ട്. നമ്മൾ കിട്ടാൻ പോകുന്നതിന് നമ്മൾ ഓൾറെഡി കിട്ടി എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് പ്രിപ്പയർ ചെയ്താൽ ഡെഫിനറ്റ് ആയി നമ്മുടെ കയ്യിൽ. ഇവരങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അടിപൊളിയാണ്, സെറ്റാണ്. അതെ, ക്രെഡിറ്റ്സ് ഗോസ് ടു ഷിക മിസ്, മീനാക്ഷി മിസ്. അവരൊന്ന് കാണിക്കാൻ വേണ്ടി ക്യാമറ ചേട്ടാ. മീനാക്ഷി മിസ് ഇല്ല അല്ലേ? ലിപ്സ്റ്റിക് ഇടാത്തോണ്ടാണ്. അത് അല്ല, കുട്ടികള് ആ ബന്ധം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? കാരണം നമ്മളന്ന് പഠിക്കുന്ന സമയത്ത് മെന്ററിനോടോ, അന്ന് മെന്ററിന് സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അതെ, അതുപോലെ ഞാൻ അറിയുന്നത് സാധാരണ നമ്മൾ ഹോസ്റ്റലില് ഡിഫറെന്റ് എന്താണ് സ്വഭാവങ്ങളുള്ള കുട്ടികളാണ് അല്ലെ നമ്മുടെ ഹോസ്റ്റലിൽ വരുന്നത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പറ്റി നിങ്ങൾക്ക് എന്താ തല്ലുണ്ടാക്കാൻ വേണ്ടി? അതല്ല, നോർമലി ഇത്രയും വൈബ് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഇവര് തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. ഉറപ്പിക്കാൻ പറ്റില്ല. എന്താണ് ഒരു കോമൺ ആയിട്ട് പറഞ്ഞാൽ എന്തായാലും ഹോസ്റ്റലിനെ പറ്റി നിങ്ങൾക്ക് എന്താ? അല്ല, ഹോസ്റ്റലിനെ പറ്റി എന്താ കേൾക്കട്ടെ. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളി. തേങ്ങയുണ്ട് ചക്കയുണ്ടെന്നൊന്നും പറയാം. തേങ്ങയുണ്ടല്ലേ? ഹോസ്റ്റലിലെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സീക്രട്ട് ഓഫ് ആണല്ലേ? യെസ്, ഇത് എങ്ങനെ ഞാനിപ്പോ താഴ്ത്തും മാത്രല്ല ഇതൊക്കെ പറയാനുള്ള ഓപ്പൺ ആയിട്ട് തുറന്നു പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അല്ല, അതില് ആ കുട്ടികളെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പൊതുവെ എൻട്രൻസ് കോച്ചിങ്ങിലുള്ള ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലൊക്കെ ഈ സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് നിൽക്കായിരുന്നു. എനിക്കന്ന് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടായിരുന്നു. ടെൻഷൻ അടിച്ചതൊന്നും അറിയില്ല. അപ്പൊ എനിവേ ശ്രദ്ധിക്കുക. അപ്പൊ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളെ പൊതുവെ നമ്മൾ എവിടെയും കാണാറ് കിട്ടോ സാർ, പാനിക് അറ്റാക്കും അങ്ങനെയൊക്കെ വന്നിട്ട് കിട്ടുന്നതാണ്. അല്ല, നമ്മള് അതിന് വിഭിന്നമായിട്ട് വളരെ എനർജിക് ആയിട്ട് വളരെ വൈബായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാൻ വേണ്ടി പറ്റും. ഈ സൈലം കോട്ടയത്തിലെ ടീച്ചേഴ്സിനും മെന്റേഴ്സിനും കോർഡിനേറ്റേഴ്സിനും അതോടൊപ്പം തന്നെ വാർഡനും എല്ലാവർക്കും അതിൻ്റെതായ എന്തുണ്ട് പങ്കുണ്ട്. ഡിയർ സ്റ്റുഡൻസ്, ഇതാണ് ഞങ്ങളുടെ സൈലം കോട്ടയത്തിലെ ഗേൾസ്, പെൺപുലികൾ. സാറേ ആയിക്കോട്ടെ. ഇതാണ് ഇവരുടെ എനർജി. ഇവിടെ എനർജി അങ്ങനെ ചുമ്മാ വരുന്നൊന്നും അല്ല അല്ലേ? കാരണം നമ്മളിപ്പോ മെന്റലി എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ അല്ലെ, നമുക്ക് ഇങ്ങനെ എനർജിക്കാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാവർക്കും നിൽക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് പറ്റും. ഇങ്ങനെ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ എന്താ വേണ്ടി പറ്റില്ല, നിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ കോഴിക്കോട് ഇവിടെ വരെ വന്ന് ഞങ്ങൾ വളരെയധികം ഞാൻ സന്തോഷമാണ് സാറും. തീർച്ചയായിട്ടും സന്തോഷത്തിലാണ് ബിക്കോസ് ഓഫ് ദിസ് എനർജി. അപ്പൊ മക്കളെ, നമുക്ക് എന്തായാലും JEE Main 2025 ഫസ്റ്റ് ഫേസിൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്തിരിക്കും.